പിണറായി വിജയന് പകരമായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. മധുവിധു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വി.ഡി. സതീശനും കൂട്ടരും നടക്കുകയാണ്. എന്നാൽ പിണറായി വിജയൻ്റെ കാലത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, ആ കോപ്രായങ്ങൾ എന്തൊക്കെയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കുവാനും വി.ഡി. സതീശൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ നിതിൻ എന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പേരിൽ കേരളത്തിലെ ദളിത് സമൂഹമാകമാനം ഹർത്താലും നടത്തി. ഹർത്താൽ നടത്തിയവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. എന്നാൽ ഇതുവരെയും നിതിൻ്റെ മരണത്തിന് ഉത്തരവാദികളെ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റോ ഇത്രയും ദിവസമായിട്ടും സതീശൻ ഗവൺമെൻറ്റോ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് വിരോധാഭാസമാണ്. ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയക്കാർ സ്വയം മാറ്റി നിർത്തുന്ന ആളുകൾക്ക് നീതി നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഗവൺമെൻറ് ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി കൃത്യമായ നടപടിക്രമം സ്വീകരിച്ചുകൊണ്ട് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ആക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അതുപോലെ തന്നെയാണ് സതീശൻ ഗവൺമെൻറ് വന്നു. സതീശൻ ഗവൺമെൻറ് വരുവാൻ അടിസ്ഥാനപരമായി ഉണ്ടായ രാഷ്ട്രീയ കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ വിധ്വംസകമായ പ്രസംഗങ്ങളാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മതവെറി ഉളവാക്കുന്ന പ്രസംഗങ്ങൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഭയവിഹ്വലരാക്കുകയും ഒന്നിച്ചുകൂടി വെള്ളാപ്പള്ളിയെ പിന്താങ്ങിയവർക്കെതിരായി വോട്ട് ചെയ്യുകയും ചെയ്തു എന്നതാണ് 102 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ അതിന് കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വിജിലൻസ് കേസുകൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. പിണറായി വിജയൻ 10 വർഷക്കാലം അടയിരുന്നു കുഞ്ഞു. പക്ഷേ പിണറായി വിജയൻ അടയിരുന്നിട്ടും മുട്ട വിരിഞ്ഞില്ല. വെള്ളാപ്പള്ളി അകത്ത് പോയില്ല. മറിച്ച് വെള്ളാപ്പള്ളി പോയത് പിണറായി വിജയൻ്റെ കാറിനകത്തേക്കാണ്. ഇത് തന്നെയാണോ മിസ്റ്റർ വി.ഡി. സതീശൻ്റെയും നീക്കം? ഈ ചോദ്യത്തിന് കാരണം കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയുടെ ശകാരത്തിന് പാത്രീഭൂതമായി. എന്നാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് കുറ്റപത്രങ്ങൾ കൃത്യമായി കൊടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതായിട്ടോ വിശദീകരണം ആവശ്യപ്പെട്ടതായിട്ടോ നാം കേൾക്കുന്നില്ല. ഇത് വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇന്നുണ്ടാക്കി വച്ചിട്ടുള്ള ഇമേജ് കളങ്കപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വി.ഡി. സതീശനുള്ള രാഷ്ട്രീയ ഇമേജ് ഒന്ന് മാത്രമാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ആ സാധാരണ ജനങ്ങളുടെ മുമ്പാകെ വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകൾ കൃത്യമായി സമയബന്ധിതമായി ഊർജ്ജസ്വലമായി നടപ്പാക്കുവാൻ തയ്യാറാകാതെ ഗിമ്മിക്കുകൾ കാട്ടി മുന്നോട്ട് പോകാമെന്ന് കരുതിയാൽ പിണറായി വിജയനേക്കാൾ മോശമാകും വി.ഡി. സതീശൻ്റെ ഭരണമെന്നും രാഷ്ട്രീയ ജീവിതമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിൽ പിണറായി വിജയൻ്റെ കാലത്ത് മൂടിവെക്കപ്പെട്ട പോലീസ് കേസുകൾ പുനഃപരിശോധിച്ച്
അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.